ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡിൽ ഇടം നേടിയ മരട് മൂത്തേടം പള്ളിയിലെ വിശ്വാസ പ്രഖ്യാപനം. മരട് മൂത്തേടം സെൻറ് മേരി മദലൈൻ മേവലത്തിൽ നടന്ന 191 തിരുനാളിനോടനുബന്ധിച്ച് 313 വനിതകൾ വിശുദ്ധ മേരി മദലൈൻ്റെ വേഷവിധാനത്തിൽ അണിനിരന്ന് നടത്തിയ വിശ്വാസ പ്രഖ്യാപനം ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡിൽ ഇടം നേടി. തിരുനാളിൻ്റെ കൊടിയേറ്റ് ദിനമായ ഇന്ന് വനിതകൾ വിശുദ്ധ മേരി മദലൈൻ്റെ വേഷവിധാനങ്ങളോടെ ദേവാലയത്തിൽ അണിനിരന്നത്. പച്ച നിറത്തിലുള്ള വസ്ത്രത്തിന് മുകളിലായി ചുമന്ന നിറത്തിലുള്ള മേൽവസ്ത്രം ധരിച്ച് കിരീടം ചൂടി വിശുദ്ധയുടെ കൈകളിലുള്ള സുവിശേഷ ഗ്രന്ഥവും വെള്ളത്തുവാലയും സുഗന്ധദ്രവ്യ ചഷകവുമായി വിശുദ്ധ മേരി മഗ്ദലേൻ്റെ അതേ വേഷവിധാനത്തോടെയാണ് മേരി മഗ്ദലേനമാർ അണിനിരുന്നത്. 313 മഗ്ദലേനമാർ ദേവാലയ കവാടത്തിൽ നിന്നും ഞാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടുവെന്ന് പ്രഘോഷിച്ചതോടെ മരട് മൂത്തേടം ദേവാലയത്തിലെ മേരി മഗ്ദലേനമാർ ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡിലും ഇടം പിടിച്ചു. വിശുദ്ധ മേരി മഗ്ദലേൻ്റെ മധ്യസ്ഥയിലുള്ള കേരളത്തിലെ ആദ്യ ദേവാലയമായ മൂത്തേടം പള്ളിയിൽ തിരുനാളിന് നേതൃത്വം നൽകുന്ന 253 വനിതകൾ ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് 313 മേരി മഗ്ദലേനമാരുടെ അപൂർവ കാഴ്ച ഒരുക്കിയത്. ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡിനെ സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി കണ്ണൂർ രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുന്തല, MLA ശ്രീ കെ ബാബു, മരട് നഗരസഭാ ചെയർമാൻ ശ്രീ ആൻ്റണി അച്ചാമ്പറമ്പിൽ, ഇടവക വികാരി ഫാദർ ഷൈജു തോപ്പിൽ, അസിസ്റ്റന്റ് വികാരി റിനോയ് സൈവർ കളപ്പുരക്കൽ, റവറൻ സിസ്റ്റർ ജസീന്ത, കേന്ദ്ര സമിതി അംഗങ്ങളായ പാരിഷ് കൗൺസിൽ ഇടവകാംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ ബുക്ക് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് പ്രതിനിധി ടോണി ചിറ്റാത്തുകളെയാണ് വേൾഡ് റെക്കോർഡിന് കരസ്ഥമാക്കിയ വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. തുടർന്ന് 191 തിരുനാൾ ആഘോഷങ്ങൾക്ക് കണ്ണൂർ രൂപത മെത്രാൻ ഡോക്ടർ അലക്സ് വടക്കുന്തല തിരുനാൾ ആഘോഷങ്ങളുടെ കൊടിയുയർത്തി. വിശുദ്ധ മേരി മഗ്ദലേനയുടെ നാമധേയത്തിൽ കേരളത്തിലെ ആദ്യത്തെ ദേവാലയമാണ് മരട് മൂത്തേടം സെൻറ് മേരി മാഗ്ദലീൻ ദേവാലയം. വരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള ഈ ദേവാലയം 1833 സ്ഥാപിതമായത്. വിശുദ്ധ മേരി മാഗ്ദലീൻ പലപ്പോഴും സമൂഹത്തിൽ അല്ലെങ്കിൽ സഭയിൽ തന്നെ തെറ്റിദ്ധാരണയ്ക്ക് വിധേയയായ ഒരു വ്യക്തിയാണ്. നമുക്ക് സുവിശേഷങ്ങളിൽ നിന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുപോലെ ഈ വിശുദ്ധയാണ് ഈശോയുടെ ഉത്ഥാനം ആദ്യമായിട്ട് അനുഭവിച്ചത്, ഉദ്ധിതനായവനെ കണ്ടത്. അങ്ങനെ അപ്പോസ്തലന്മാരോട് വലിയ സന്തോഷത്തോടുകൂടി സുവിശേഷം അറിയിക്കുവാൻ, ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ അയക്കപ്പെട്ട വ്യക്തിയാണ് വിശുദ്ധ മേരി മാഗ്ദലീൻ. ഈ ഒരു ദൗത്യം മനസ്സിൽ പേറിക്കൊണ്ടാണ് 191 ഈ മധ്യസ്ഥ തിരുനാൾ ഈ ഇടവക ആഘോഷിക്കുക. ഈ വർഷം 253 വനിതകളാണ് ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത്. അവരും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് 350ഓളം വനിതകൾ വിശുദ്ധ മേരി മാഗ്ദലീൻ്റെ വേഷവിധാനങ്ങളോടുകൂടി ഇന്ന് അണിനിരക്കുകയാണ്. തങ്ങൾ ഉദ്ധിതനെ കണ്ടു എന്ന് വിശുദ്ധയോടൊപ്പം പ്രഖ്യാപിക്കുന്നു. ആ വിശുദ്ധ കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും വഴിയിലൂടെ നടക്കാൻ, കുടുംബത്തെ നയിക്കാൻ, സമൂഹത്തെ നയിക്കാൻ തങ്ങൾക്കുമാകുമെന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് ഈ തിരുനാളിൻ്റെ കൊടിയേറ്റ ദിവസം അഭിമന്യ അലക്സ് വടക്കുന്തല പിതാവ് KCBC സെക്രട്ടറി ജനറലും കണ്ണൂർ രൂപത അധ്യക്ഷനുമാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. കൊടിയേറ്റം അദ്ദേഹമാണ് നടത്തുക. തിരുനാൾ ദിവസങ്ങളിലെ സമാപനം 13-ാം തീയതി വരാപ്പുഴ അതിരൂപത മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ വൈകുന്നേരം 5:30 മണിക്ക് ദീപബലിയോടുകൂടി അതിൻ്റെ ആഘോഷങ്ങൾ ആരംഭിക്കും. അതേ തുടർന്ന് പ്രദക്ഷിണവും കലാപരിപാടികളുമുണ്ട്. ഞായറാഴ്ച തിരുനാൾ ദിനം അഭിമന്യ മോൺസിഞ്ഞോർ മാത്യു കല്ലിങ്കൽ വരാപ്പുഴ വികാരി ജനറൽ തിരുനാളിൻ്റെ സമാപന ദിവസമായിട്ടുള്ള ഞായറാഴ്ച ദിവബലി 5 മണിക്ക് അർപ്പിക്കും. അതേ തുടർന്ന് പ്രദക്ഷിണവും ഊതിരത്ത് യുവജന കലാസമിതിയുടെ കാറൽസ്മാൻ എന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള പുരാതനമായിട്ടുള്ള ചവിട്ട് നാടകവും ഉണ്ടായിരിക്കും. തിരുനാൾ ദിനങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നതിന് വലിയ അഭിമാനമുണ്ട്. ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം നമുക്ക് എന്നും അനുഗ്രഹപ്രദമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരും. ഈ നാടിൻ്റെ ചരിത്രത്തിൽ
പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമായി മാറിയിരിക്കുന്നു. കേരളത്തിൽ തന്നെ പ്രഥമമായ ഒരു ദേവാലയമാണ് മറിയം മഗ്ദലേനായിലെ. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തല എന്നാണ് ഈ വിശുദ്ധ അറിയപ്പെടുന്നത്. കാരണം ഉദ്ധിതനായ നാഥന്റെ ആ വലിയ സന്തോഷവും സമാധാനവും ആ സന്തോഷത്തിന്റെ സദ്വാർത്തയും മറ്റ് അപ്പോസ്തലന്മാർക്ക് പോലും പകർന്നു കൊടുത്തത് വിശുദ്ധയായ മറിയം മഗ്ദലേനയാണ്. ഈ വിശുദ്ധയുടെ ജീവിതവും നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു ബാഹ്യ അടയാളമാണ് ഈ 313 വനിതമാർ മഗ്ദലേന മറിയത്തിന്റെ അതേ നിറമുള്ള വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥവും സുഗന്ധ തൈലവും കൈകളിൽ പേറിക്കൊണ്ട് ഇന്നിവിടെ ഒന്നു ചേർന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഈ തിരുനാൾ ആഘോഷം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഒരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ പരിശ്രമിക്കാം. അങ്ങനെ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന്റെ ശാന്തിയും സന്തോഷവും നമ്മുടെ ഹൃദയത്തിൽ അനുഭവവേദ്യമാക്കാൻ ഈ തിരുനാൾ ആഘോഷം സാധ്യതമാകട്ടെ. ഈ പതാക ആശീർവദിച്ച് ഉയർത്തുമ്പോൾ പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം അറിയിക്കുന്നു. എനിക്ക് ഇതിനകത്തൊരു കൗതുകം തോന്നിയത് അറിയാൻ ഉദ്ദേശിച്ചൊരു കാര്യം, ഈ ഇടവകയിൽ എത്ര കുടുംബങ്ങളുണ്ടെന്നുള്ളതാണ്. ആരെങ്കിലും ഒന്ന് പറഞ്ഞതാണെങ്കിൽ 1350. ഓക്കെ. അപ്പൊ ഇതില് ഏറ്റവും സന്തോഷം പറഞ്ഞ കാര്യം, നമ്മളിപ്പോ എല്ലാവരും പറയുന്നുണ്ട് വിശ്വാസ തീഷ്ണത വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലമാണെന്നാണ് പൊതുവെള്ളോട് കൂടിയിട്ട് നമ്മൾ അതിന്റെ അനുഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ നഗരമധ്യത്തിലുള്ള ഇതുപോലൊരു പള്ളിയിൽ 313 വനിതകൾ പല പ്രായത്തിലുള്ളവർ ഇതുപോലെ വിശുദ്ധ മഗ്ദലേനയുടെ വേഷത്തിൽ അണിനിൽക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. മറ്റൊരിടത്തും നടന്നിട്ടില്ലാത്ത ഒരു അതീവ അത്ഭുതകരമായ സംഗതിയായി ഇതിനെ വിശേഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സ് ഡൽഹി ആസ്ഥാനമായിട്ടുള്ള വേറൊരു ഫോറമാണ്. വെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഇത് ഒരു ലോക റെക്കോർഡായി പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവിടുത്തെ ജെയിംസനുണ്ട്, കമീലുണ്ട്, മറ്റു പലരുടെയും പേരുകൾ അറിയാൻ എല്ലാവരെയും പറയേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഇത്രയും വലിയൊരു മഹാസംഭവത്തിലേക്ക് ഈ പെരുന്നാളിന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെയൊരു ചടങ്ങ് ഒരുക്കി തീർത്ത എല്ലാവരുമുള്ള അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. വെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ്സിന്റെ പേരിൽ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നു. Display of St. Mary Magdalene Mungale, in which 313 women dressed up like living images of the saint presented themselves before an audience at the church premises on 10th April 2024. This is the world record.